വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്, വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തികൾ BJP നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കേണ്ടതെന്ന് പറയേണ്ടത്. വൈകാരികമായി കാണരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാറുള്ളത്. അത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കുള്ളൂ. രാമക്ഷേത്രം സംബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയപ്പോഴേ അത് നിരാകരിക്കേണ്ടതായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകാനൊരുങ്ങുകയാണ് ഒടുവിൽ കോൺഗ്രസ്. അങ്ങനെ പോയാൽ എന്തു പറയും കേരളത്തിലെ നേതാക്കൾ? ബാബരി പള്ളി തകർക്കുമ്പോൾ അധികാരത്തിലുണ്ടായിരുന്ന തകർന്നു തീരും വരെ അസാമാന്യ സംയമനം പാലിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ശ്രീരാമൻ എന്ന വിഗ്രഹത്തെ വളർത്തി വലുതാക്കിയതിൽ കോൺഗ്രസിന്റെ പങ്കും ചെറുതല്ല. ഹിന്ദുത്വ രാഷ്ട്രീയം ഏറ്റവും തീവ്രമായി കൊടികുത്തി നിൽക്കുന്ന ഈ കാലത്ത് മറിച്ചൊരഭിപ്രായം ആ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. പക്ഷേ ആ നിലപാട് കേരളത്തിൽ പറഞ്ഞാൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ സ്ഥിതി? ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം. എന്നിട്ട് അവർ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കണം. മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും ഈ മുന്നറിയിപ്പിൽ നിന്ന് തുടങ്ങാം. ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന ഒരു കാലത്ത് അവർ പ്രതീക്ഷ വയ്ക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. വലിയൊരു അനീതി നടന്ന ബാബരിയുടെ മണ്ണിൽ കെട്ടിയുയർത്തിയ രാമക്ഷേത്രത്തിലേക്ക് മനസാക്ഷി കുത്തില്ലാതെ കോൺഗ്രസ് കയറിയാൽ അതുണ്ടാക്കുന്ന അരക്ഷിത ബോധത്തെക്കുറിച്ച് ആ പാർട്ടി ബോധവാന്മാരല്ല. അത് തിരിച്ചറിയേണ്ടിയിരുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ KPCC അധ്യക്ഷനോ എങ്കിലും അങ്ങോട്ട് പോകരുതെന്ന് പറയണമായിരുന്നു. തീരുമാനിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, അത് നമ്മളെ തീരുമാനിക്കും. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു ഇൻവിറ്റേഷൻ ഇല്ല. വ്യക്തിപരമായി കോൺഗ്രസ് നേതാക്കൾക്ക് ചിലർക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അത് അവര് പാർട്ടിയുമായിട്ട് തീരുമാനിച്ച് അതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാവും. പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അത് ഈ സംസ്ഥാനത്ത് വിവാദമാക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള BJPയുടെ പ്രധാന രാഷ്ട്രീയ ആയുധമാണ് അയോധ്യയിലെ രാമക്ഷേത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തരംഗം പോലെ ഇത്തവണയും കേരളത്തിൽ മുഴുവൻ സീറ്റുകളിലും വിജയപ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കോൺഗ്രസ്. LDFും UDFും നേർക്കുനേർ വരുന്ന കേരള രാഷ്ട്രീയത്തിൽ ഈ നിലപാട് കോൺഗ്രസിനുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി വലുതായിരിക്കും. മറ്റൊന്ന് ലീഗ് കോൺഗ്രസ് ബന്ധമാണ്. മുസ്ലിം ലീഗ് UDF വിടുമോ എന്നത് കുറച്ചു കാലമായി അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതാണ്. പൗരത്വ പ്രക്ഷോഭത്തിലും സംഘപരിവാറിനോടുള്ള സമീപനത്തിലുമെല്ലാം CPMന്റെ നിലപാട് പരോക്ഷമായെങ്കിലും സ്വാഗതം ചെയ്തിട്ടുണ്ട് ആ പാർട്ടി. അണികൾക്കും ന്യൂനപക്ഷ സമുദായത്തിനും അവരോട് മുൻപത്തേതിനേക്കാൾ സ്വീകാര്യതയുണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. അയോധ്യയിലേക്കുള്ള ക്ഷണം വന്ന് തൊട്ടു പിന്നാലെ അത് നിരസിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലപാടുണ്ടാക്കുന്ന സ്വാധീനവും ചെറുതായിരിക്കില്ല. ബാബരി പോലെ വൈകാരികമായ ഒരു വിഷയത്തിൽ കോൺഗ്രസ് മറിച്ചൊരു നിലപാടെടുത്താൽ മുന്നണിയിൽ അടിയുറച്ചു നിൽക്കുന്നതിൽ പുനരാലോചന വേണമെന്ന ചർച്ചയെങ്കിലും ലീഗിലുണ്ടാകും.